ജി സുധാകരനെ മാറ്റി നിർത്തിയിരിക്കുന്നു, തോമസ് ഐസക്കിനെ മാറ്റി നിർത്തിയിരിക്കുന്നു, ഈ രാധാകൃഷ്ണൻ ലോക്സഭയിൽ പോയിരിക്കുന്നു. അപ്പൊ ഇനി ആരുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ കെ രാധാകൃഷ്ണൻ, KR വരെ OR വന്നത് കണ്ടില്ലേ? നിമിഷങ്ങൾക്കകം തീരുമാനങ്ങളുണ്ടായി. ഒരു പ്രയാസവുമില്ല. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇതുണ്ടല്ലോ ഇത്രയും അടുത്ത ഒരു അവസ്ഥ എന്താണ്? ഇത്രയും MLA ഇരിക്കില്ലേ? അല്ല, ഒരു കാര്യമില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ പാർട്ടി അത് ഭൂരിപക്ഷ തീരുമാനം പ്രകാരം എടുക്കും. അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല. രാജേന്ദ്രന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ലോക്കൽ കമ്മിറ്റിയിൽ, കേരളത്തിലെ 14 ജില്ലയിൽ ലോക്കൽ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വിമർശനം ഏൽക്കുന്നത്. ഈ പറഞ്ഞ 28-നും 29-നും സംസ്ഥാന കേന്ദ്രത്തിൽ ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി കൂടെയാണ്. സീതാറാം യെച്ചൂരി വരെ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പെട്ടെന്നുള്ള പൊടുന്നനെ ഒരു വഴിത്തിരിവാണ്. പിണറായി വിജയനെ വളരെ സ്തുതിച്ചും പ്രകീർത്തിച്ചും ഒക്കെയാണ് ഇതുവരെ. അതുപോലെ കേരള ഘടകത്തിന്റെ എല്ലാ തീരുമാനത്തെയും പിന്തുണയ്ക്കുന്ന നടപടിയാണ്. ഒരു തീരുമാനവും ഒരു ചിന്താഗതിയും ഒക്കെയാണ് കേന്ദ്ര നേതൃത്വം, അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒക്കെ പുലർത്തിപ്പോരുന്നത്. പിണറായി വിജയനെ എതിരെ അല്പപോലും സംസാരിച്ചിട്ടുള്ളത് പ്രകാശ് കാരാട്ട് മാത്രമായിരുന്നു. അപ്പോഴത്തേക്കും അദ്ദേഹം സ്ഥാനചലനം വന്നു മാറുകയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അസാധാരണമായ സന്ദർഭമാണ്. അപ്പൊ ഇതുവരെ സ്തുതിഗീതങ്ങൾ മാത്രം പാടിയിരുന്ന ജില്ലാ ഘടകങ്ങളും നേതാക്കളുമെല്ലാം നമ്മളത് വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. VS-ഉമായിട്ടുള്ള പോരിൽ എല്ലാ ഘടകങ്ങളും അണിനിരുന്നത് പിണറായിയുടെ പിന്നിൽ ആണ്. അച്യുതാനന്ദൻ ഒറ്റപ്പെടുകയാണ് എന്ന് മാത്രമല്ല, പിന്നെ പാർട്ടിയുടെ ഭരണ സമിതി പുനഃസംഘടിപ്പിച്ചത് അവിടെ VS അച്യുതാനന്ദനെതിരെയുള്ള ആൾക്കാരെയാണ് എല്ലാം നിർത്തിയത്. അവരാണിപ്പോ ഉള്ളത്. അതാണ് അതിന്റെ രസം. എല്ലാ ജില്ലാ ഘടകങ്ങളും, ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഘടകങ്ങളും, അതിന്റെ ഔദ്യോഗിക ഘടകങ്ങളെല്ലാം തന്നെ പിണറായി വിജയന്റെ തീരുമാനത്തിന് വിധേയമായിട്ട്, ഇഷ്ടത്തിന് വിധേയമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയാണ് ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ്. ആ ഒഫീഷ്യൽ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോ, അതായത് VS-നെതിരെ അന്ന് തിരിഞ്ഞ ആ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയും ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് പിന്തുണ കുറഞ്ഞു, ജനങ്ങൾക്കിടയിൽ പിന്തുണ കുറഞ്ഞു. ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ചില ജില്ലാ ഘടകങ്ങൾ ഉന്നയിച്ച ഒരു വിഷയം, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഒരു മയക്കുമരുന്ന് കേസ് വന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് മകൻ അവിടെ ചെയ്തതിന് പാർട്ടി ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ മുഖ്യമന്ത്രി ഇതുവരെ നിയമസഭയിലോ പുറത്തോ പത്രസമ്മേളനത്തിലോ ഇതുവരെ പറഞ്ഞിട്ടില്ല തന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായിട്ടുള്ള ഇടപാടിന് പാർട്ടിയുമായി ബന്ധമില്ലാണ്. തന്നെ മാത്രമല്ല, പാർട്ടി MV ഗോവിന്ദൻ നാണമില്ലാതെ ഏറ്റെടുക്കുകയും AK ബാലൻ അതിന് വക്കാലത്ത് പിടിക്കുകയൊക്കെ ആയിരുന്നു. അവിടെ ഒന്നും നടന്നിട്ടില്ല, അഴിമതി ഒന്നും നടന്നിട്ടില്ല, കമ്പനികൾ തമ്മിലുള്ള ഏർപ്പാട്. ഇവർക്ക് എന്ത് നാണമില്ല ഇങ്ങനെയുള്ള കേസുകളൊക്കെ എടുക്കാൻ? അവരുടെ കുടുംബക്കാര്യമാണോ അവിടെ ചർച്ച ചെയ്യുന്നത്? പാർട്ടിക്കാരുടെ ഉത്തരവാദിത്വം ഈ കേരളത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ളത്, തൊഴിലാളി വർഗത്തെ ഉദ്ധരിക്കുക എന്നുള്ളത്, അവർക്ക് ഗുണപരമായിട്ടുള്ള ജീവിതം ഉറപ്പാക്കുക എന്നുള്ളത്, പാവപ്പെട്ടവരുടെ പാർട്ടിയായിട്ട് പാവങ്ങളുടെ ദുരിതങ്ങളില്ലാതാക്കുക, അവർക്ക് വേണ്ടി വാദിക്കുക, അത്തരം ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനയുടെ പരിമിതി, ഭരണഘടനയൊന്നും അതിന്റെ പരിമിതിയിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഇടപെടുകയാണ്. അതായത് കേന്ദ്ര കമ്മിറ്റി തീരുമാനം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി നിർത്താൻ ആരാണ് അടുത്ത മുഖ്യമന്ത്രി? ശൈലജ ടീച്ചറിനെ ഇപ്പൊ ലോക്സഭ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റിരിക്കുന്നു. ജി സുധാകരനെ മാറ്റി നിർത്തിയിരിക്കുന്നു, തോമസ് ഐസക്കിനെ മാറ്റി നിർത്തിയിരിക്കുന്നു, ഈ രാധാകൃഷ്ണൻ ലോക്സഭയിൽ പോയിരിക്കുന്നു. അപ്പൊ ഇനി ആരുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ കെ രാധാകൃഷ്ണൻ, KR വരെ OR വന്നത് കണ്ടില്ലേ? നിമിഷങ്ങൾക്കകം തീരുമാനങ്ങളുണ്ടായി. ഒരു പ്രയാസവുമില്ല. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇതുണ്ടല്ലോ ഇത്രയും അടുത്ത ഒരു അവസ്ഥ എന്താണ്? ഇത്രയും MLA ഇരിക്കില്ലേ? അല്ല, ഒരു കാര്യമില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ പാർട്ടി അത് ഭൂരിപക്ഷ തീരുമാനം പ്രകാരം എടുക്കും. അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഈ മന്ത്രിസഭയിലെ ഒരാളിനെ എന്തായാലും അതിപ്പോ മുഹമ്മദ് റിയാസ് ആവാൻ സമയമായിട്ടില്ല. അദ്ദേഹത്തിനെ ഇപ്പൊ ഈ അവസ്ഥയിൽ ആരും അംഗീകരിക്കുകയില്ല. കാരണം അതും ഒരു കാരണമായി പറയുന്നുണ്ട്. അദ്ദേഹം മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വാഴിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുള്ള ആരോപണം കൂടി പാർട്ടിയിൽ നിന്ന് തന്നെ, പ്രതിപക്ഷത്തു നിന്ന് നേരത്തെ വന്നു. നാട്ടുകാർക്കിടയിൽ അത് സംസാരമുണ്ട്. നാട്ടുകാർക്കിടയിൽ ഇങ്ങനെ സംസാരമുണ്ടെന്ന് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അതിനെ തള്ളിക്കളയുന്നില്ല. അത് സീരിയസ് ആയിട്ടാണ് അവർ കാണുന്നത്.
അപ്പൊ അങ്ങനെ വരുമ്പോ മുഹമ്മദ് റിയാസിന് കിട്ടാനുണ്ടായ സാധ്യത പി രാജീവുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും മുഖ്യ ചെറുപ്പക്കാരനായ ഒരാളിനാലും അങ്ങനെയാണെന്നല്ലോ ഇപ്പൊ അവര് VS അരുണിനെ ഇപ്പൊ തിരുവനന്തപുരത്ത് മേയറാക്കിയത്. ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രനെ അങ്ങനെ സെലക്ട് ചെയ്താണല്ലോ ഒരു പുതുമുഖ. അത് വന്ന് പരാജയമായി പോയെങ്കിലും അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭാവി 28-നും 21-നും കണ്ടറിയാം. അതെ അതാണ്.